മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മഹായുതിക്ക് തകർപ്പൻ വിജയം. അതെ, മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പ് ഫലം സഖ്യകക്ഷികളുടെ പിന്തുണയോടെ ഭരിക്കുന്ന കേന്ദ്രത്തിലെ BJPയെ സംബന്ധിച്ചിടത്തോളം അടിത്തറ ഭദ്രമാക്കാൻ വിജയം വളരെ അനിവാര്യമായിരുന്നു. അതവർ നേടുകയും ചെയ്തു. സാമ്പത്തിക തലസ്ഥാനം നേടി അവർക്ക് ആശ്വാസത്തോടെ തന്നെ ഭരിക്കാം. ഈ വിജയത്തിന് അടിത്തറ പാകിയ മഹാഘടകങ്ങളൊന്ന് പരിശോധിക്കാം. 288 അംഗ മഹാരാഷ്ട്ര നിയമസഭയിൽ വിജയിക്കണമെങ്കിൽ മാന്ത്രിക സംഖ്യ 145 വേണ്ടത്. ഇവിടെ നിന്നാണ് മഹായുതി 2/3 ഭൂരിപക്ഷത്തോടെ ആ കുതിപ്പുണ്ടാക്കിയത്. മഹാരാഷ്ട്രയിൽ BJPയും ഏക്നാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള ശിവസേനയും അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള NCPയും അടങ്ങുന്ന മഹായുതി സഖ്യത്തെ നോക്കി തിരഞ്ഞെടുപ്പ് ദൈവങ്ങൾ പുഞ്ചിരിച്ചു എന്ന് തന്നെ പറയാം. കോൺഗ്രസും ശരത് പവാറിന്റെ നേതൃത്വത്തിലുള്ള NCPയും ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള ശിവസേനയും ചേർന്ന മഹാവികാസ് അഘാദിയെ പിന്തള്ളിയിരിക്കുന്നു. മഹായുതി സഖ്യത്തിന്റെ അതിശയിപ്പിക്കുന്ന പ്രകടനം തന്നെയാണ് ഫലങ്ങളിൽ പ്രതിഫലിച്ചത് എന്നും പറയാം. ഇത് സംസ്ഥാനത്തെ ജനങ്ങൾ നേടിയ വിധിയെഴുത്താണെന്ന് അംഗീകരിക്കാൻ തയ്യാറല്ലെന്ന് ശിവസേനയുടെ ഉദ്ധവ് താക്കറെ വിഭാഗം നേതാവ് സഞ്ജയ് റൌത്ത് പറയുന്നുണ്ട്. ഈ ഫലങ്ങളിൽ എന്തോ കുഴപ്പമുണ്ടെന്നും ഇത് ജനഹിതമല്ലെന്നും തിരഞ്ഞെടുപ്പിൽ പണത്തിന്റെ സ്വാധീനമുണ്ടായെന്നും സഞ്ജയ് പറയുന്നുണ്ട്. ഏക്നാഥ് ഷിൻഡെയുടെ എല്ലാ MLAമാരും എങ്ങനെ വിജയിക്കുമെന്നും ചോദ്യം. മഹാവികാസ് അഘാദിക്ക് 75 സീറ്റുകൾ നേടാൻ കഴിയുന്നില്ലെങ്കിൽ അതിനർത്ഥം മോദിയും ഷായും ഫലങ്ങളിൽ കൃത്രിമം കാണിച്ചുവെന്നാണെന്ന് സഞ്ജയ് പറയുന്നുണ്ട്. ഇത് അദാനിയും സംഘവും കളിച്ച കളിയെന്നും പരാമർശം. കോട്ടൺ സോയാബീൻ കർഷകർ നേരിടുന്ന പ്രതിസന്ധി. താങ്ങുവിലയിലടക്കം കർഷകർക്ക് അമർഷം. മനുഷ്യമൃഗ സംഘർഷങ്ങൾ തുടർക്കഥയായത്. നാഗ്പൂർ അടക്കം നഗര കേന്ദ്രീകൃതമാകുന്ന വികസനമെന്ന പ്രതീതി. തൊഴിലില്ലായ്മ ഇതൊന്നും കാര്യമായ ചർച്ചയായില്ല. എന്തായാലും മഹായുതി സഖ്യത്തിന്റെ അനുകൂലമായ ഫലങ്ങളുടെ ഘടകങ്ങൾ ഒന്ന് പരിശോധിച്ചേക്കാം. വോട്ടെടുപ്പിലെ അപ്രതീക്ഷിത തിരിച്ചടിയാണ് ആദ്യം. ജൂൺ 4 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മഹായുതി സഖ്യം ഒരു വലിയ ആഘാതം തന്നെ നേരിട്ടു. സംസ്ഥാനത്തെ 48 സീറ്റുകളിൽ 17 സീറ്റുകൾ മാത്രമേ നേടാനായുള്ളൂ. മറുവശത്ത് പ്രതിപക്ഷമായ മഹാരാഷ്ട്ര വികാസ് അഘാഡി അഥവാ MVA 30 സീറ്റുകൾ നേടി. ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി പിന്നീട് കോൺഗ്രസിന് പിന്തുണ വാഗ്ദാനം ചെയ്യുകയും ആകെ അങ്ങനെ എണ്ണം 31 ആവുകയും ചെയ്തു. മഹാരാഷ്ട്രയിൽ പതിവ് പോലെ ബിസിനസ് ചെയ്യാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ മഹായുതി സഖ്യം കളികൾ മാറ്റിപ്പിടിച്ചു. അതിന്റെ ഫലങ്ങൾ തന്നെയാണ് ഇന്ന് കണ്ടത്. വെറും 5 മാസത്തിന് ഇപ്പുറം BJP നേതൃത്വത്തിലുള്ള സഖ്യം ഇപ്പോൾ സംസ്ഥാനത്ത് തകർപ്പൻ വിജയം നേടാനുള്ള പാതയിലാണ്. നിലവിൽ 2/3 ഭൂരിപക്ഷത്തോടെ മഹായുതി മുന്നിലാണ്. 148 സീറ്റുകളിൽ മത്സരിച്ച് BJP ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷത്തിനടുത്തെത്തി. ശിവസേന ഷിൻഡെ വിഭാഗവും അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള NCPയും പകുതിയിലേറെ സീറ്റുകളിൽ വിജയക്കൊടി പാറിച്ചു. ആദ്യകാല ട്രെൻഡുകളുടെ അടിസ്ഥാനത്തിൽ BJP 85% വിജയശതമാനം നേടിയിട്ടുണ്ട്. 73% വിജയശതമാനവുമായി ശിവസേനയും ശക്തമായ 80% സ്ട്രൈക്ക് റേറ്റുമായി NCPയും അഭിമാനിക്കുകയാണ്. കർഷകരുടെ പിന്തുണ മഹായുതിക്കായിരുന്നു. അതാണ് അടുത്ത ഘടകം. മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കർഷകരും കാർഷിക ദുരിതങ്ങളും എന്നും വലിയ ഘടകങ്ങളായിരുന്നു. ഇത് മനസ്സിലാക്കിയ മഹായുതി അവരുടെ പിന്തുണ നേടുന്നതിനായി ഈ ബ്ലോക്കിൽ ആഞ്ഞു പ്രവർത്തിച്ചു. ഈ സീസണിൽ ഏറ്റവും കുറഞ്ഞ താങ്ങുവിലയ്ക്ക് മുകളിൽ പരുത്തിവിളകൾ സംഭരിക്കുമെന്നും പ്രൈസ് സപ്പോർട്ട് സ്കീമിന് കീഴിൽ സോയാബീൻ സംഭരിക്കുമെന്നും അയർലൈൻസ് വാഗ്ദാനം ചെയ്തു. കൂടാതെ കർഷകരുടെ വായ്പകൾ പൂർണ്ണമായും എഴുതിത്തള്ളുമെന്ന് സഖ്യം കൺവെൻഷനിൽ വാഗ്ദാനം ചെയ്തു. ട്രെൻഡുകൾ അനുസരിച്ച് 2024 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മഹായുതി സഖ്യം 47.6% വോട്ട് വിഹിതം നേടിയിട്ടുണ്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ പ്രകടനവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 5.9% പോയിന്റിന്റെ വർധനവാണിത്. മഹാവികാസ് അഘാഡിയിൽ നിന്ന് വ്യത്യസ്തമായി വിദർഭ മേഖലയിൽ ഈ പ്രദേശത്ത് മഹായുതി കലാപങ്ങൾ കൈകാര്യം ചെയ്തു. വേഗത്തിൽ പരിഹാരങ്ങൾ കാണുകയും ചെയ്തു എന്ന വസ്തുതയുമുണ്ട്. അടുത്തത് OBC വിഭാഗത്തിന്റെ വോട്ട് ബാങ്കിന്റെ ഏകീകരണമാണ്. മറാഠകൾ ഇപ്പോഴും തങ്ങളോട് അതൃപ്തരാണെന്ന് മനസ്സിലാക്കിയ മഹായുതി സഖ്യം അവരുടെ OBC വോട്ട് ബ്ലോക്ക് ഇത് ഏകീകരിക്കുന്ന നയം സ്വീകരിച്ചു. മാലി, ധൻഗർ, വഞ്ചരി സമുദായങ്ങളെ ഒരുമിച്ച് കൊണ്ടുവന്ന മാധവ് ഫോർമുല ഉപയോഗിച്ച് 90കൾ മുതൽ OBC വോട്ടറുടെ അടിത്തറ BJP വളർത്തിയെടുത്തിട്ടുണ്ട്. OBC പിന്തുണ ഏകീകരിക്കാനും മറാഠ സമുദായത്തിന്റെ ആധിപത്യത്തെ ചെറുക്കാനുമാണ് തന്ത്രം ലക്ഷ്യമിടുന്നത്. കൂടാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസ്ഥാനത്തെ നാസിക്കിലും ധൂലെയിലും ആദ്യമായി ഉയർത്തിയ ഏക് ഹേ തോ സേഫ് ഹേ, അതായത് ഒരുമിച്ച് നമ്മൾ സുരക്ഷിതരാണ് എന്ന മുദ്രാവാക്യവും ഈ കൂട്ടായ്മയെ ശക്തിപ്പെടുത്താൻ സഹായിച്ചു.
മഹായുതിയുടെ ഉജ്ജ്വല വിജയത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അദ്ദേഹത്തിന്റെ മുദ്രാവാക്യത്തിനും അംഗീകാരം നൽകി മഹാരാഷ്ട്ര മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള മുൻനിരക്കാരൻ ദേവേന്ദ്ര ഫഡ്നാവിസ് രംഗത്തുണ്ട്. അടുത്തത് മഹാരാഷ്ട്രയ്ക്കുള്ള കൃത്യമായ ഫോക്കസ് ആണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയുടെ താൽപര്യങ്ങൾക്ക് മുന്നിൽ കണ്ണടയ്ക്കുകയും അതുപോലെ ഗുജറാത്തിന് അനുകൂലമായി പ്രവർത്തിക്കുകയും ചെയ്തു എന്നതായിരുന്നു BJPക്കെതിരെ ഉയർന്ന ഒരു വലിയ പരാതി. ഉദാഹരണത്തിന് ഫോക്സ്കൺ വേദാന്തയുടെ അർദ്ധചാലക പ്ലാന്റ് മഹാരാഷ്ട്രയ്ക്ക് പുറത്തേക്ക് മാറ്റി. കൂടാതെ മറ്റ് വ്യവസായങ്ങൾ പൂനെയിൽ നിന്ന് ഗുജറാത്തിലേക്ക് പ്ലാന്റുകൾ മാറ്റി. അങ്ങനെ നിരവധി കാര്യങ്ങൾ ഇതൊക്കെ നടപ്പിലാക്കി. മഹാരാഷ്ട്രയോടുള്ള താൽപര്യക്കുറവ് എന്ന വിശ്വാസത്തെ ഭേദിക്കാൻ സംസ്ഥാന സർക്കാർ വേൾഡ് ഇക്കണോമിക് ഫോറത്തിന്റെ ക്ലോസ് ഷ്വാബിനെ മുംബൈയിലേക്ക് ക്ഷണിക്കുകയും മുംബൈ മെട്രോപൊളിറ്റൻ മേഖലയുടെ സമ്പദ് വ്യവസ്ഥയെ $300 ബില്യൺ മൂല്യമുള്ളതാക്കുന്നതിനുള്ള ധാരണാപത്രത്തിൽ ഒപ്പുവയ്ക്കുകയും ചെയ്തു. ഈ നീക്കം അന്താരാഷ്ട്ര തലത്തിൽ സാമ്പത്തിക കേന്ദ്രമായി വളരാൻ മുംബൈയെ സഹായിക്കുമെന്നും ഷ്വാബ് വാഗ്ദാനം ചെയ്തു. ഇതൊന്നും കൂടാതെ ഒക്ടോബർ 1 കേന്ദ്രം മറാഠി ഭാഷയ്ക്ക് ക്ലാസിക്കൽ പദവി നൽകി. മറാഠി വോട്ടർമാരിൽ നിന്ന് വളരെ കാലമായി തീർപ്പ് കൽപ്പിക്കാത്ത ഒരു അഭ്യർത്ഥന കൂടിയായിരുന്നു BJP ഈ സാഹചര്യത്തിൽ നിറവേറ്റിയത്. ഇത് ഉദ്ധവ് താക്കറെയെ നേരിടാൻ മഹായുതിയെ സഹായിച്ചു. MVAയിൽ നിന്നുള്ള വ്യക്തമായ വിവരണത്തിന്റെ അഭാവവും മറ്റൊരു ഘടകമാണ്. ശരത് പവാറിന്റെ നേതൃത്വത്തിൽ NCPയും ഉദ്ധവ് താക്കറെയുടെ ശിവസേനയും കോൺഗ്രസും ഈ തെരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് പോരാടിയെങ്കിലും മഹായുതിയുടെ ഭാഗത്തു നിന്നുള്ള ഭരണപരമായ പിഴവുകളൊന്നും എടുത്തു കാണിക്കാൻ MVAക്ക് കഴിഞ്ഞില്ല. പകരം രാജ്യദ്രോഹികളെ ഒരു പാഠം പഠിപ്പിക്കണം എന്ന പ്രസ്താവനകളിൽ മാത്രം ചുരുങ്ങി. അതിൽ മാത്രമാണ് MVA ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ ഉദ്ധവ് താക്കറെ ആവർത്തിച്ച് നടത്തിയ പ്രസ്താവനയും ഇതുതന്നെയായിരുന്നു. ഇനിയാണ് തുറുപ്പുചീട്ട്, സ്ത്രീശക്തി. സ്ത്രീകളിൽ നിന്ന് ലഭിച്ച വലിയ പിന്തുണയാണ് മഹായുതിയുടെ വിജയത്തിന് കാരണമായ പ്രധാന ഘടകങ്ങളിൽ ഏറ്റവും വലുത്. അതെ, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം പ്രഖ്യാപിച്ച ലഡ്കി ബഹിൻ യോജന. ലഡ്കി ബഹിൻ യോജന മഹായുതിക്ക് അനുകൂലമായെന്ന് തന്നെ ഉറപ്പിക്കാം. ഇതിലൂടെ സംസ്ഥാനത്തിലുടനീളമുള്ള 1.85 കോടി സ്ത്രീകൾക്ക് പ്രതിമാസം 1500 രൂപ വീതം നൽകുന്നുണ്ട്. മഹാരാഷ്ട്രയിൽ 4.6 കോടി സ്ത്രീ വോട്ടർമാരുണ്ട്. അവരിൽ 40% ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നു. മാത്രമല്ല, തിരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ ഈ തുക 2100 രൂപയായി ഉയർത്തുമെന്ന് മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ പ്രചാരണത്തിനിടെ പ്രതിജ്ഞയുമെടുത്തു. ഇതോടൊപ്പം ഒരു കുതന്ത്രവും പയറ്റി. മഹാവികാസ് അഘാദി ഭരണത്തിൽ എത്തിയാൽ ലഡ്കി ബഹിൻ യോജന നിർത്തലാക്കുമെന്ന ആരോപണമുയർത്തി. എന്തായാലും ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ BJP നേതൃത്വത്തിലുള്ള സഖ്യത്തിന് വിശ്വാസമർപ്പിച്ച് വലിയൊരു വോട്ടർ ബ്ലോക്കായ സ്ത്രീകൾ ഒപ്പമുണ്ട്. സ്ത്രീകൾക്കൊപ്പം ഈ ലഡ്കി ബഹിൻ യോജന പദ്ധതി എല്ലാ വോട്ടർമാരിലും പ്രതിധ്വനിക്കുന്നതായിരുന്നു. ഫാം ആക്ടിവിസ്റ്റ് വിജയ് ജിവന്ധ്യ പറഞ്ഞതുപോലെ എല്ലാത്തിനുമുപരി പണമാണ്. ബാങ്ക് അക്കൗണ്ടുകളിൽ പണം നിക്ഷേപിക്കുന്നതിന്റെ വേഗത മാത്രമാണ് ആളുകൾ കണ്ടത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ MVAക്ക് വോട്ട് ചെയ്ത് മാസങ്ങൾക്കുള്ളിൽ മഹായുതിക്ക് വോട്ട് ചെയ്യാൻ ആളുകൾ തീരുമാനിച്ചതിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ഇത് തന്നെയാണ്. ഒരുവിധപ്പെട്ട എല്ലാ പ്രധാന തിരിച്ചടികളും ഈ തുറുപ്പുചീട്ട് ഇറക്കി തന്നെയാണ് BJP മറികടന്നത്. കൃത്യമായ പ്ലാനിങ്ങോടെ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും പയറ്റി തന്നെയാണ് BJP നിലയുറപ്പിച്ചതും.